ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹായാൽ രൂപീകൃതമായ ആദ്യ ക്രൈസ്തവ സമൂഹമായ പാലൂരിലേക്ക് ആരംഭം മുതൽ എന്നും തീർത്ഥാടനമുണ്ടായിരുന്നു. ആ തീർത്ഥാടനം മനോഹരമായത് 1998 തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ്. അന്നു മുതൽ ഇന്നുവരെ പാലൂരിലേക്കുള്ള തീർത്ഥാടനം ഓരോ വർഷവും മനോഹരമായി കൊണ്ടിരിക്കുന്നു. ഈ ഏപ്രിൽ 6-ാം തീയതി പാലൂർ മഹാതീർത്ഥാടനം രജത ജൂബിലിയും കഴിഞ്ഞ് 28-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തെ പാലൂർ മഹാതീർത്ഥാടനത്തിന് വളരെ പ്രസക്തിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി വർഷമാണിത്. പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്നുള്ള മുദ്രാവാക്യമാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് വിശ്വാസികളെ നയിക്കുക. തീർത്ഥാടനത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂർ അതിരൂപതയിലും പാലൂരിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 6-ാം തീയതി രാവിലെ 4 മണിക്ക് തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ ബലി അർപ്പിക്കുന്നതോടുകൂടെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ആരംഭം കുറിക്കുകയാണ്. വിശുദ്ധ ബലി അർപ്പണം കഴിഞ്ഞാൽ അഭിമന്യ പിതാവ് കത്തീഡ്രൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട ജോസ് വള്ളൂരാനച്ഛന് പതാക കൈമാറുന്നതോടുകൂടെ തീർത്ഥാടനം ആരംഭിക്കും. അതേസമയം അതിരൂപതയുടെ പല മേഖലകളിൽ നിന്നും മേഖലാ പദയാത്രകൾ ആരംഭിക്കും. ഏകദേശം 11 മേഖലകളായി പാലൂർ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി വിശ്വാസി ജനം ഏപ്രിൽ 6-ാം തീയതി പാലൂരിലേക്ക് ഒഴുകുകയാണ്. 11 മണിക്ക് പ്രധാന തീർത്ഥയാത്ര പാലൂരിലെത്തിച്ചേരും. തീർത്ഥാടനത്തിൻ്റെ 2-ാം ഘട്ടം 2:30 പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം 3:30 2-ാം ഘട്ടം പദയാത്ര പാലൂരിലേക്ക് പുറപ്പെടും. 4:30 പാലൂരിൻ്റെ പ്രധാന കവാടത്തിലെ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കും. ഈ വർഷം പാലൂർ തീർത്ഥാടനത്തിൻ്റെ വിശിഷ്ട അതിഥി സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. തട്ടിൽ പിതാവിനോട് ഒപ്പം തന്നെ ഫ്രാൻസിൽ നിന്ന് അതിഥികളും ഈ തീർത്ഥാടനത്തിന് പങ്കുചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിൽ പാരീസിലുള്ള പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രത്യേക നോമിനിയായി പാസ്കൽ ഓൾഷ്നീഷ് മോൺസിഞ്ഞോറും ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരും. വിശിഷ്ട അതിഥികളെ എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ദേവാലയത്തിലെ കൽക്കുരിശിലെ തിരി തെളിയിച്ചുകൊണ്ട് എല്ലാവരും പാലൂരിലെ ജൂബിലി കവാടം കടന്ന് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കും. സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ഈ തീർത്ഥാടനത്തിന് പാലൂർ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുവാൻ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20,000 വിശ്വാസി സമൂഹത്തിന് ഇവിടെ നേർച്ച ഊട്ട് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികളെയും ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മാർത്തോമാ ശ്ലീഹായുടെ പ്രത്യേക മാധ്യസ്ഥം തേടിയെത്തുന്ന എല്ലാവരെയും മാർത്തോമാ ശ്ലീഹായാൽ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തീർത്ഥാടനത്തിന് വരുന്ന എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു.